ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സമവായ ചർച്ചയിലെ തീരുമാനങ്ങളെ ചൊല്ലിയും സമസ്തയിൽ തമ്മിലടി. സമവായ ചർച്ചയിലെ വാർത്തകൾ തള്ളി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തി. വാർഷിക സമ്മേളനത്തിന് വേണ്ടി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റി സബ് കമ്മിറ്റികൾക്ക് മുകളിലല്ലെന്ന് ഹമീദ് ഫൈസിയുടെ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. സമ്മേളന കോർഡിനേറ്ററെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് 7 അംഗ സമിതിയെ വെച്ചതെന്നും ഹമീദ് ഫൈസിയുടെ വിശദീകരണം. സബ് കമ്മിറ്റികളുടെ തീരുമാനം കോർഡിനേഷൻ കമ്മിറ്റിക്ക് വിധേയമാണെന്ന് യോഗത്തിൽ തീരുമാനിച്ചുവെന്ന് ലീഗ് അനുകൂലികളും പറഞ്ഞു. മൈനാജി ചെയർമാനായിട്ട് ഒരു സമിതി, ഈ സ്വാസകത്തിന്റെ എല്ലാം മീതെയുള്ളൊരു സമിതിയെ നിശ്ചയിച്ചു, സമവായം ഉണ്ടാക്കിയത്. അതും തീർത്തും വാസ്തവവിരുദ്ധമാണ്. അത് വിശദമായ ഒരു പരിശോധിച്ച ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരാതി പറയാനില്ലാത്തതുകൊണ്ട് അവർക്ക് സമ്മേളനത്തിൽ ഇതുവരെ വരാത്തതുകൊണ്ട് ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി എന്നാൽ കോർഡിനേറ്റ് ചെയ്യുന്ന മോനിറ്റർ മാഷ് മാത്രമാണ് അതിന് സഹായിയായിട്ട് 1-2 ആൾ വെക്കുക എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു. അത് വികസിച്ചാണ് അത് 7 ആളായി. അപ്പോൾ അവർ 2-3 ആൾ വെക്കുമ്പോൾ നമ്മൾ 2-3 ആൾ വെക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ 3-3-6-1 7 അപ്പോൾ അതിലൊരു മൈനാജി എന്നൊരു ചെയർമാൻ ഉണ്ടാക്കിയിട്ട് മോണിറ്റർ കോർഡിനേറ്റർ ആണല്ലോ എന്ന് പറഞ്ഞു മോനിറ്റർ മാഷ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഈ സമിതി എല്ലാറ്റിൻ്റെയും മീതെയാണോ താഴെയാണോ ഇടയിലാണോ എന്നൊന്നും അവിടെ തീരുമാനിച്ചിട്ടില്ല. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, സമസ്തയിൽ സമവായമാകുന്നു എന്നാണ് ഇന്നലെ നമ്മൾ വാർത്ത കൊടുത്തത്. എന്നാൽ സമവായ ചർച്ചയിലും അടിയാണോ? എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? എന്താണ് ഇപ്പോൾ ഈ തർക്കത്തിന്റെ കാരണം അഷ്കർ? അരുൺ, ഗുഡ് മോർണിംഗ്. ഈ സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു 9 അംഗ അനുരഞ്ജന കമ്മിറ്റി ഇരു വിഭാഗവും ചർച്ച നടത്തി തീരുമാനിച്ചത്. ആ അനുരഞ്ജന കമ്മിറ്റിയുടെ ഭാഗമായുള്ള ഒരു യോഗം ഇന്നലെ മഞ്ചേരിയിൽ നടക്കുന്നു. ആ മഞ്ചേരി അഥവാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് തങ്ങൾ, സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ, PK കുഞ്ഞാൽക്കുട്ടി, കൊയ്യോട് ഉമർ മുസ്ലിം അടക്കമുള്ള സമസ്തയുടെ മുഷാറംഗങ്ങൾ ഉൾപ്പെടെയുള്ള സമിതിയാണ് ഈ 9 അംഗ സമിതി. അവർ യോഗം ചേർന്നതിനൊരു തീരുമാനമെടുത്തു. അവർ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്വാഗത സംഘം കമ്മിറ്റിയോടും അതുപോലെ തന്നെ സബ് കമ്മിറ്റിയോടും ഒക്കെ തന്നെ രൂപീകരിച്ചിരുന്നു. അതിൽ ലീഗ് അനുകൂലികൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ലീഗ് അനുകൂലികൾക്കുണ്ട്. എന്നാൽ അവർക്ക് പ്രാധാന്യം കൊടുത്തു എന്നാണ് മറുപക്ഷത്തിന്റെ വാദം. ആ വിഷയം ചർച്ച വരികയും അതിന് പരിഹാരമെന്നോണം 2 വിഭാഗത്തിലെയും നേതാക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. നേരത്തെ കോർഡിനേറ്ററായി മോയിൻകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് പുറമെ MC മായനാജിയെ ചെയർമാനാക്കി 2 വിഭാഗത്തു നിന്നുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 7 അംഗ സമിതിയെ നിയോഗിച്ചു. ഈ 7 അംഗ സമിതിയാണ് നിലവിലുള്ള എല്ലാ സബ് കമ്മിറ്റികൾക്കും മുകളിലെന്നായിരുന്നു ഇന്നലെ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് ശേഷം നൽകുകയും ചെയ്തു. എന്നാൽ ഇന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട പറയുന്ന ഓഡിയോയിൽ പറയുന്നത് ആ കമ്മിറ്റി, നിലവിൽ രൂപീകരിച്ച കമ്മിറ്റി, കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ വസ്തുതയാണ്. പക്ഷേ അത് നിലവിലുള്ള സമസ്തയുടെ 100ാം വർഷ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സബ് കമ്മിറ്റികൾക്ക് മുകളിലോ താഴെയോ അല്ല. അത് കോർഡിനേഷൻ കമ്മിറ്റിക്ക് വിധേയമായിട്ടല്ല നിലവിലുള്ള കമ്മിറ്റികൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത്. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട്, അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഓഡിയോ നിഷേധിച്ചുകൊണ്ട് ലീഗ് അനുകൂലികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞ തെറ്റാണ്. ഇന്നലെ അനുരഞ്ജന യോഗത്തിലെടുത്ത തീരുമാനം കുഞ്ഞാൽക്കുട്ടിയും സാദിഖൽ തങ്ങളും ആ വാക്കുകൾ ആവർത്തിച്ച് പറയുകയും ജിഫ്രി തങ്ങളും കൊയ്യോട് ഉമർ മുസ്താർ അതിന് അംഗീകാരം നൽകുകയും ചെയ്തതാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് ഈ പുതുതായി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഏറ്റവും മുകളിൽ അതോറിറ്റി എന്നതാണ്. ആ വിഷയത്തിൽ തന്നെ ഇപ്പോൾ തമ്മിലുടക്കിയിരിക്കുന്നു. അഥവാ അനുരഞ്ജനത്തിന് വേണ്ടി വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗത്തിൽ പോലും ഒരു അനുരഞ്ജനമാകാതെ വീണ്ടും തമ്മിലടിയിലേക്ക് തന്നെ സമസ്തയിൽ വിഭാഗീയത പോകുന്നു എന്നതാണ് പ്രശ്നം. മാത്രമല്ല, വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലും അത് കൂടുതൽ കലുഷിതമാകാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.